മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നിറങ്ങൾ, അതായത് നിറങ്ങൾക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് എന്ന് നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ചുമപ്പ്, പച്ച, കറുപ്പ്, അതുപോലെ തന്നെ നീല, അല്ലേ? റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ, അത്രയും നിറങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഇവിടെ ബൂര, പീല, പീല പറഞ്ഞാൽ മഞ്ഞ, മഞ്ഞ കളറിനെയാണ് എന്ത് പറയുന്നത്? മഞ്ഞ കളറിനെയാണ് പീല എന്ന് പറയുന്നത്. പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്. പിന്നീട് വരുന്നത് പച്ചയാണ്. പച്ചയ്ക്ക് പറയുന്നത് ഹര, ഹര എന്ന് പറഞ്ഞാൽ പച്ച. അതുപോലെ തന്നെ ചുമപ്പ് നിറത്തിന് പറയുന്ന പേരാണ് ലാൽ, ലാൽ, ലാൽ പറഞ്ഞാൽ ചുമപ്പ്. ഇനി കറുപ്പാണ്. കറുപ്പിന് കാല എന്ന് പറയും, കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്. ബ്രൗൺ നിറത്തിന് പറയുന്നത് പേരാണ് ബൂര, ബൂര. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഇതുപോലെ കളർ തന്നിട്ട് അതിൻ്റെ ഹിന്ദി ശബ്ദം എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ റെഡ്, അതായത് ലാൽ കളർ ഇവിടെ ഉണ്ട്, ഹര, അതുപോലെ തന്നെ കാല, പിന്നെ ഇതാണല്ലേ ബ്ലൂ. ബ്ലൂ നീലയ്ക്ക് ഹിന്ദിയിൽ നീല എന്ന് തന്നെയാണ് പറയുക. നീലയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയുക? നീല എന്ന് തന്നെയാണ് നീലയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സഖി മിലാൻ കരീം എന്ന ഒരു ചോദ്യം നോക്കാം. ഇവിടെ പൂമ്പാറ്റയുടെ ചിത്രം തന്നിരിക്കുന്നു. പൂമ്പാറ്റയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? തിത്തലി എന്നാണ് പറയുന്നത്, അല്ലേ? പൂമ്പാറ്റയ്ക്ക് പറയുന്ന പേരെന്താണ്? തിത്തലി. തിത്തലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്ക് പറയുന്ന പേരാണ് തിത്തലി. ഇപ്പോൾ പൂമ്പാറ്റയ്ക്ക് എന്താ പറയുന്നത്? തിത്തലി എന്നാണ് പറയുന്നത്. അടുത്തത് അണ്ണാൻ, അല്ലേ? അണ്ണാൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അണ്ണാന് പറയുന്ന പേരാണ് ഗിൽഹരി. എന്താണ്? ഗിൽഹരി എന്നാണ് അണ്ണാന് പറയുന്ന പേര്. ഗിൽഹരി അണ്ണാൻ, ഗിൽഹരി അണ്ണാൻ. അടുത്തത് പക്ഷിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. പക്ഷി, പക്ഷിക്ക് പറയുന്നത് ചിടിയ എന്നാണ്. പക്ഷിക്ക് എന്താണ് പറയുന്നത്? ചിടിയ എന്നാണ് പറയുന്നത്. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ഇനി അടുത്തത് വരുന്നത് ഒരു കുരങ്ങൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കുരങ്ങന് പറയുന്ന പേരെന്താണ്? ബന്ദർ. ബന്ദർ എന്ന് പറഞ്ഞാലാണ് എന്ത്? കുരങ്ങൻ. അപ്പം എന്താണ് കുരങ്ങനെ പറയുന്നത്? ബന്ദർ. മങ്കി, അല്ലേ? മങ്കി എന്താണ്? ബന്ദറാണ്, ബന്ദർ. ഇനി നമ്മൾ സന്തരയും അതുപോലെ തന്നെ കൂടെ വേറൊരു സന്തരയും കൂടെ ഉണ്ട്. 2 സന്തരകൾ, 2 നാരങ്ങകളാണല്ലോ നടക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ 2 നാരങ്ങകളും നടക്കാൻ ഇറങ്ങിയിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് കരടി വരുന്നു, അല്ലേ? ബാലു വരുന്നു, നാരങ്ങ എടുക്കുന്നു, അതിനെ അമർത്തി പിടിക്കുന്നു, ബാലുവിൻ്റെ കണ്ണിന് നീരാവുന്നു, ബാലു അവിടെ നിന്ന് ഓടിപ്പോകുന്നു, അല്ലേ? അതിനുശേഷം 2 നാരങ്ങകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംഭാഷണമാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഒന്നാമത്തെ നാരങ്ങ പറയാണ് സന്തര ഏക്. ഒന്നാമത്തെ സന്തര എന്താ പറയുന്നത്? ബാലു കെ ഹാത്തോം സേ ഹം ബച്ച് ഗയേ. ബാലുവിൻ്റെ കൈകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ സന്തര പറയാണ് ഹാ ബച്ച് ഗയേ, അതെ അതെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം വീണ്ടും ഒന്നാമത്തെ സന്തര, ഒന്നാമത്തെ നാരങ്ങ എന്താ പറയുന്നത്? വഹ് ബാലു ക്രൂർ ഹേ. ആ ബാലു, ആ കരടി ക്രൂരനാണ്. ആ ബാലു, അതായത് ആ കരടി ക്രൂരനാണ്. അപ്പൊ രണ്ടാമത്തെ സന്തര പറയാണ് ജോർ സേ മുജേ പക്കട. രണ്ടാമത്തെ സന്തര എന്താ പറയുന്നത്? എന്നെ ശക്തിയായിട്ട് മുറുക്കി പിടിച്ചു, എന്നെ അങ്ങനെ ശക്തിയിൽ മുറുക്കി പിടിച്ചു എന്ന് പറയണ രണ്ടാമത്തെ നാരങ്ങ. അപ്പോൾ ഒന്നാമത്തെ നാരങ്ങ വീണ്ടും ചോദിക്കുകയാണ് ക്യാ ദർദ് ഹേ, നിനക്ക് വേദനയുണ്ടോ? ഒന്നാമത്തെ നാരങ്ങ ചോദിക്കുക രണ്ടാമത്തെ നാരങ്ങയോട്. രണ്ടാമത്തെ നാരങ്ങേനെയാണ് ഈ ബാലു മുറുക്കി പിടിച്ചത്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ നാരങ്ങ ചോദിക്കുകയാണ് ക്യാ ദർദ് ഹേ, നിനക്ക് വേദനയുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ നാരങ്ങ എന്താ പറയുന്നത്? ദർദ് ഹോ രഹാ ഹേ. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്
എന്ന് പറയാണ് രണ്ടാമത്തെ നാരങ്ങ. അപ്പോൾ ഒന്നാമത്തെ നാരങ്ങ എന്ത് പറയുന്നു? ഗർ ജായേം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗർ ജായേം, വീട്ടിൽ പോകാം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വീട്ടിൽ പോകാം എന്ന് ചോദിക്കാം. അപ്പം എത്രയാണ് നമ്മുടെ ഈ വാർത്താലാപമുള്ളത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വാർത്താലാപമാണിത്. ഇത് ഓർഡറായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഒരു പക്ഷേ ഇതിൻ്റെ ആൻസറുകളെല്ലാം ചോയ്സായിട്ട് നിങ്ങൾക്ക് ഇവിടെ തരും, ക്രമത്തിലല്ലാതെ തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്രമത്തിൽ ഒന്നാമത്തെ സന്ധര രണ്ടാമത്തെ സന്ധര പറഞ്ഞതായിട്ട് ഇങ്ങനെ ഓർഡറായിട്ട് എഴുതുക. അങ്ങനെയായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.